ഹലോ ഗൈസ്, ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ കോളേജിലേക്കാണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ കോളേജ്. ആൻഡ് പോവാനിറങ്ങിയപ്പോൾ ഉമ്മാനെ കാണുന്നില്ല. അപ്പോൾ ഉമ്മാനെ നോക്കി പോകുന്നതാണ് ഇപ്പോൾ. ഉമ്മാനെ കിട്ടിയതിന് ശേഷം ഞാൻ അങ്ങനെ വണ്ടി എടുത്ത് വിട്ട് അങ്ങനെ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലെത്തി. ഞാൻ ഓളെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. സോ ഓൾ എന്തായാലും വേണം. ഞാൻ ഓളെ പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മാറ്റിക്കാനാ അങ്ങനെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ വേണ്ടി തുടങ്ങുന്നതാണ്. ഭയങ്കര സ്ലിപ്പാവുന്നുണ്ട് എല്ലാ സ്ഥലത്തും മഴ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെയാണ് പോകുന്നത്. അങ്ങനെ അവളോട് വീഡിയോ എടുക്കാനും പറഞ്ഞപ്പോൾ അവളാണ് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ശരിക്കും കോളേജിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ കുറേ മെമ്മറീസൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ എന്താ അറിയില്ല, എനിക്കങ്ങനത്തെ ഫീലിങ്സ് ഒന്നും വരുന്നില്ല. ഞാൻ അങ്ങനെ പോകുന്നുണ്ട്, സാധനം വാങ്ങണം, ഇറങ്ങണം, അത്രമാത്രം എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളൂ. ആൻഡ് ആ ഇമോഷനോ ഫീലിങ്സോ ഒന്നും എനിക്കിപ്പോൾ വരുന്നില്ല. കോളേജിൽ പോയാൽ എന്താ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സൊക്കെ ആയി പോവുകയാണെങ്കിൽ മേ ബി സംതിങ് ഈസ് ദർ. ബട്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് അത്യാവശ്യമായതുകൊണ്ട് മാത്രം പോവുകയാണ്. സോ അവിടെ പോയിട്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കാം. അതിൻ്റെ ഇടയിൽ ഞാനും കസിനും അങ്ങനെ കത്തിയടിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം നോട്ടീസ് ചെയ്തത്. നമ്മളെ വണ്ടിയിൽ എണ്ണയില്ല. ഏത് നിമിഷവും നിന്ന് പോകാവുന്ന ഒരു അവസ്ഥയിലാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളപ്പം തന്നെ പെട്രോൾ പമ്പ് കയറി കുറച്ച് എണ്ണ അടിക്കാമെന്ന് വിചാരിച്ച്. സോ നമ്മൾ പെട്രോൾ പമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണ അടിക്കാം. ഫുൾ ടാങ്ക് അങ്ങ് ആക്കാമല്ലേ. ഞാൻ കസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ വീഡിയോ എടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഓളി മടിച്ചിട്ട് ഈ ഫോൺ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്. അതല്ലേ, എങ്ങനെ ഫോൺ പിടിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് മടിയായിട്ടാണ് ഫോൺ പിടിക്കുന്നത്. എത്ര നോക്കിയിട്ടും എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് തുറയുന്നില്ല. കുറേ ഞാൻ നോക്കി, ഓനും കുറേ പിടിച്ചു നോക്കി, എന്നിട്ടൊന്നും തുറയുന്നില്ല. ഇനി താക്കോലിൻ്റെ പ്രശ്നമാണോ വണ്ടിൻ്റെ ഉള്ളിലത്തെ എന്തെങ്കിലും പ്രശ്നമാണോ ഇനി എൻ്റെ പ്രശ്നമാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവനോട് പറഞ്ഞു, എടാ നീയൊന്ന് നോക്കെന്നാൽ. എന്നിട്ട് ഓനിക്ക് ഞാൻ താക്കോലെടുത്തു. ഓനതെടുത്ത് ഒന്ന് അമർത്തി തിരിച്ച്. അപ്പോൾ സാധനം വന്നടേ. അങ്ങനെ എണ്ണ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഫുൾ ടാങ്കാണ് അടിക്കുന്നത്. അല്ല, 100 രൂപക്കാണ് ഞാൻ അടിക്കുന്നത്. 100 രൂപക്ക് എനിക്ക് അത്രയൊക്കെ മതിയടേ. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഷംന വീഡിയോ എടുക്കുന്നുണ്ട്. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറപ്പിച്ച് വിടുന്നതാണ്. അങ്ങനെ നമ്മളെ കോളേജിലേക്ക് എത്താനായിട്ടുണ്ട് ഗൈസ്. കോളേജിലേക്ക് കയറാൻ പോകുന്നതാണ്. കോളേജിൻ്റെ എൻട്രൻസ് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഗവൺമെൻറ് കോളേജ് മാനന്തവാടി. ഇവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിജനമായ വഴികളാണ്, ആരും കാണുന്നൊന്നുമില്ല. ശനിയാഴ്ച ആയതുകൊണ്ടേക്കും. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഇവിടെയൊക്കെ ഫുൾ ആളെ കാണാം. അങ്ങനെ ഈ വഴികളൊക്കെ നടന്നിട്ടായിരുന്നു ഞങ്ങൾ കോളേജിലേക്ക് പോയിക്കൊണ്ടുണ്ടായത്. ലേറ്റായ സമയമായാലും വൈകി വരുന്നതാണെങ്കിൽ ഒക്കെ ഈ വഴികളിലൂടെ നടക്കാൻ എന്തായാലും അടിപൊളിയാണ് ഗൈസ്. പിന്നെ അങ്ങനെ നമ്മൾ കോളേജിലേക്ക് കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കോളേജിലേക്ക് എത്തും. ഇപ്പോൾ ശരിക്കും വോയിസ് ഓവർ എടുക്കുമ്പോൾ ചെറിയ ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ട്. എത്ര മെമ്മറീസ് ആണെന്നൊരു കോളേജാണെന്നറിയോ. കുറേ മെമ്മറീസ് ഒക്കെ ഉള്ള കോളേജായിരുന്നു. അങ്ങനെ നമ്മൾ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. ലൈബ്രറിൻ്റെ മുന്നിലാണ് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യാറ്. സോ നമ്മൾ ആസ് യൂഷ്വൽ ലൈബ്രറിൻ്റെ മുന്നിൽ തന്നെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി. അതുകൊണ്ട് കണ്ണൂരിലൊക്കെ വെള്ളമാണ് ഗൈസ്. കോളേജിലേക്ക് കയറിയപ്പോൾ എന്തോ ഒരു സൈലൻസ്. ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ നടക്കുന്നത് വരെ നല്ല രീതിയിൽ തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കോളേജിലേക്ക് എത്തി. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ ശരിക്കും അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്തായാലും ഭയങ്കര സൈലൻസ് ആയിരുന്നു. കാരണം അപ്പോൾ ക്ലാസ് ഉണ്ടായിട്ടില്ല. ആ സമയത്തൊന്നും എനിക്ക് അഡ്മിഷൻ ഉണ്ടായത്. ഞാൻ അന്ന് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ട്. അഡ്മിഷൻ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഞാൻ പോകാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഗൈസ്. എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. വോയിസ് ഓവർ എടുക്കുമ്പോൾ കേട്ടോ ഈ ഒരു ഫീലിങ്സ് ഒക്കെ വരുന്നത്. ശരിക്കും നേരിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ ഇല്ലായിരുന്നു. ഇതാണ് നോട്ടീസ് ബോർഡ്. ഓടിക്കതച്ച് പരീക്ഷേൻ്റെ സമയത്ത് എവിടെയാണ് നമ്മൾ എക്സാം ഹാളിൽ നോക്കാൻ വേണ്ടി വരുന്ന സ്ഥലം കണ്ടോ. അവിടെ ഇപ്പോൾ ഏതോ എക്സാം നടക്കുന്നുണ്ട്. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും TCയും CC ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. ബട്ട് ഉള്ളത് പറയാലോ, നല്ല ലാഗാണ്. നിന്ന് കാലും കടഞ്ഞ് നല്ല ലാഗായിരുന്നു ഗൈസ്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത സമയത്ത് അവരെന്തൊക്കെയോ നോക്കി. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടി, TC ഇട്ടാൻ കറണ്ടില്ല എന്ന് പറഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഗൈസ്. ഇതൊക്കെ സെറ്റാക്കിയിട്ട് വേണം ഇനി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ. സോ അതാണ് ഇത്ര വെയിറ്റ് ചെയ്ത് ക്ഷമിച്ചിങ്ങനെ നിൽക്കുന്നത്. TCയും CCയും കിട്ടിയിട്ടില്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ നല്ല മെമ്മറീസൊക്കെ എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ജേണി അല്ലെങ്കിൽ ഡിഗ്രി കിട്ടുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിരുന്നില്ല. നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് തന്നെയായിരുന്നു. ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി. എൻ്റെ ജേണി എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ജേണി ഒക്കെ ഫുൾ എൻ്റെ കോളേജിൽ തന്നെയായിരുന്നു. എൻ്റെ മദർഹുഡ് സ്റ്റാർട്ട് ചെയ്തതും ഞാൻ കോളേജിലുള്ളപ്പോൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ BA ഗ്രാജുവേറ്റ് ആവുക എന്ന് പറയുന്നത് ഫോർ മീ അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു. കാരണം ഇത്രയും സ്ട്രഗിൾസിൻ്റെ ഇടയിൽ കൂടെ ഞാനത് ചെയ്ത് ഗൈസ്. അങ്ങനെ TCക്കും CCക്കും വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഗൈസ്. കൂടെ വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ഹിയർ ഈസ് ഷീ. ഓളും എന്നെപ്പോലെ തന്നെ കാത്ത് മടുത്ത് നിൽക്കുന്നതാണ്. അങ്ങനെ നമ്മളെ കാത്തിരിപ്പിനൊരു വിരാമം ഇട്ടുകൊണ്ട്
സ്റ്റാഫ് വിളിച്ചിട്ടുണ്ട്. TCയും CCയും റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കോസ്റ്റൻ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞതോടെ ഓക്കെ ആയി എനിക്ക്. അങ്ങനെ TC ഒക്കെ കിട്ടി, കോസ്റ്റൻ ഡെപ്പോസിറ്റും വാങ്ങി. ഞങ്ങളങ്ങനെ പോവാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ വീട്ടിലേക്ക് എത്തും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി ഗൈസ്, സീ യു സൂൺ, ബൈ.